ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. അവസാന നദിയും മലിനമായി കഴിയുമ്പോൾ, അവസാന മത്സ്യവും നാം ഭക്ഷിച്ചു കഴിയുമ്പോൾ, അവസാനത്തെ മരവും നാം മുറിച്ചു കഴിയുമ്പോൾ നാം തിരിച്ചറിയും നോട്ടുകെട്ടുകൾ ഭക്ഷിക്കാനാവില്ലെന്ന്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. 1972 UN ജനറൽ അസംബ്ലിയാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി പ്രഖ്യാപിച്ചത്. ഒരു ഭൂമി മാത്രം എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള ആദ്യത്തെ ആഘോഷം 1973 നടന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ വായു മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, അനധികൃത വന്യജീവി വ്യാപാരം, സുസ്ഥിര ഉപഭോഗം, സമുദ്രനിരപ്പ് വർധനവ്, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള ഒരു വേദിയായി അതിനെ വികസിപ്പിച്ചെടുത്തു. പരിസ്ഥിതി ദിന ആഘോഷത്തിന് മിക്കവാറും ഒരു പ്രമേയവും ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യവും കാണും. ഈ വർഷത്തെ പ്രമേയം ഇതാണ്: ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരായുള്ള പ്രതിരോധവും. എന്നാൽ നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ എന്നതാണ് മുദ്രാവാക്യം. ലോകമെമ്പാടുമുള്ള ആവാസ വ്യവസ്ഥകളുടെ തകർച്ച തടയുന്നതിനും പുനഃസ്ഥാപനത്തിനുമുള്ള ഐക്യരാഷ്ട്രസഭയുടെ 2021 മുതൽ 30 ദശകത്തിന്റെ ഓർമ്മപ്പെടുത്തലും ശക്തിപ്പെടുത്തലും കൂടിയാണ് ഈ വർഷത്തെ പരിസര ദിനത്തിന്റെ പ്രമേയവും മുദ്രാവാക്യവും. പണ്ടു മുതൽക്കേ ഭാരതീയർ മരങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. 10 കിണറിന് തുല്യം ഒരു കുളം, 10 കുളത്തിന് തുല്യം ഒരു തടാകം, 10 തടാകത്തിന് തുല്യം ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യം ഒരു വൃക്ഷം എന്ന മഹാഭാരതത്തിലെ പരാമർശം മരങ്ങൾക്ക് പൗരാണികർ നൽകിയിരുന്ന പ്രാധാന്യത്തെയാണ് വ്യക്തമാക്കുന്നത്. ഓരോ ദിവസവും പ്രകൃതി തന്റെ സൗന്ദര്യത്തിന്റെ അനന്തമായ ചിത്രങ്ങൾ വരച്ചു കാട്ടിയിട്ടും അത് തിരിച്ചറിയാതെ, തന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം പ്രകൃതിയാണെന്ന് മനസ്സിലാക്കാതെ, പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ രീതികൾ എല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് നാം മറന്നുപോകുന്നു. വായുവും ജലവും ഭക്ഷണവും വസ്ത്രവുമടക്കം എല്ലാം നൽകുന്ന പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്. മാലിന്യമൊഴിഞ്ഞ സുസ്ഥിരമായ കാലാവസ്ഥയും പച്ചപ്പുള്ള നല്ല ഭൂമിയും നമുക്ക് അനുഭവിക്കുകയും വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിയുകയും വേണം. അതിനായി പ്ലക്കാർഡ് പിടിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ പോസ്റ്റർ പതിക്കുകയോ അല്ല വേണ്ടത്. മുറ്റത്തൊരു മരം നട്ട് ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം നാം. കുട്ടികൾക്ക് മരങ്ങളോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ എൻ്റെ മരം പദ്ധതി വളരെ സഹായകമാണ്. കൂടാതെ വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള വൃക്ഷത്തൈ വിതരണവും. മരങ്ങൾ നശിപ്പിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാട്ടിയും നമുക്ക് ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കാം. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. വരൂ, നമുക്ക് ഒരുമിച്ച് നടാം ഓരോ തൈയും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി.